ഇത് പറഞ്ഞാൽ അറക്കൂട്ടാണ്. ഇത് ഓൾമോസ്റ്റ് ആയിരങ്ങൾ വർഷങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്ത് വരുന്ന സാധനം. അതിൽ പറഞ്ഞത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റിന്റെ കൂടെ ആവശ്യമില്ല. ഈ ഒരു വീഡിയോ കണ്ടില്ലേ, എത്ര പേര് ഈ വീഡിയോ കണ്ടിട്ട് വുഡൻ ബ്രഷസിലോട്ട് മാറിയെന്നറിയില്ല. ഐഡിയലി നമ്മുടെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് 2 minutes ബ്രഷ് ചെയ്യണം, 2 times ബ്രഷ് ചെയ്യണം. അങ്ങനെ നോർമൽ ടൂത്ത് പേസ്റ്റ് ആൻഡ് ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു 60 to 70% വായിലുള്ള പ്ലാക്ക് എല്ലാം ക്ലീൻ ആയിട്ട് പോകും. പിന്നെ കുറച്ചും കൂടെ എഫക്റ്റീവ് ക്ലീനിങ് വേണമെങ്കിൽ നമുക്കൊരു മൗത്ത് വാഷോ അല്ലെങ്കിൽ ഫ്ലോസസോ യൂസ് ചെയ്താൽ തന്നെ ഒരു 80 to 90% വരും. നമ്മൾ നോർമലി റെഗുലറായി യൂസ് ചെയ്യുന്ന സാധനം ഉപയോഗിച്ചിട്ട് തന്നെ ഇത്രയേ വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വുഡൻ സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വൃത്തിയാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ പ്ലാസ്റ്റിക് ബ്രഷസ് ഡ്രൈ ആവുന്ന പോലെയല്ല വുഡൻ ബ്രഷസ് ഡ്രൈ ആവുന്നത്. പിന്നെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ കാര്യം, ടൂത്ത് ബ്രഷുകളെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മൾ വയറ്റിലെത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപാദനത്തിന് കുറയ്ക്കാൻ അത് കാരണമാവും. അതേപോലെ ഒരുപാട് ഡിസ്ഫങ്ഷൻസ് അതിനെ കൊണ്ട് തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ബ്രഷ് ഒരു വിരിഞ്ഞ് പൂവാവണ വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് മാറ്റുവാണെങ്കിൽ ചിലപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ പ്രോബ്ലംസ് വരാം. അല്ല വെച്ച് ഐഡിയലി നമ്മൾ ഉള്ള പോലെ ഒരു 3 months ബ്രഷസ് മാറ്റുവാണെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഒന്നും വരില്ല. പിന്നെ ഈ വുഡൻ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അത് ഗംസിൽ കൊണ്ടുകഴിഞ്ഞാൽ ഗം ഇൻഫെക്ഷൻസ് വരാം, ഫുൾ എഫക്റ്റീവ് ക്ലീനിങ് ആവില്ല. പിന്നെ എല്ലാവരും പല്ല് ഒരേപോലെ അല്ലല്ലോ നിരന്നിരിക്കുന്നത്. അപ്പോൾ ബെറ്റർ ഒരു ഡെന്റിസ്റ്റിന്റെ റെക്കമെൻഡേഷനിൽ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ടൂത്തിന്റെ അലൈൻമെന്റ് എല്ലാം നോക്കി അവരെ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രഷും പേസ്റ്റും ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്.